വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. അപ്പോൾ ഇന്നലെ തൊട്ട് വാർത്ത വരുന്നുണ്ട്, നമ്മൾ ജോഷുവ സിർക്സി ആൻഡ് ഡിലിറ്റ് ഡീലിനോട് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് ഓൺസ്റ്റീൻ ഈ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിർക്സിയുടെ കാര്യം 95% ഡൺ എന്ന് വേണമെങ്കിൽ പറയാം. ഡിലിറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 90% ആണ്. പ്ലെയറിനും ഇവർക്ക് രണ്ടുപേർക്കും യുണൈറ്റഡിലേക്ക് വരണമെന്ന് തന്നെയാണ് താല്പര്യം. അതുപോലെ ഉഗാർട്ടയുടെ കാര്യത്തിലാണെങ്കിലും ഹീ ഈസ് കീൻ ഓൺ ജോയിനിങ് എന്നുള്ള തരത്തിലാണ് ഫബ്രിസിയോ എന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത് സിർക്സി ആവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും സിർക്സി എങ്ങനെയാണ് നമ്മുടെ ടീമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സിർക്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി പറയാം. 23 വയസ്സാണ് സിർക്സിക്കുള്ളത്. അതുപോലെ ഇപ്പം നിലവിൽ ബൊളോണയുടെ പ്ലെയറാണ്. അപ്പോൾ മുമ്പ് ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ ട്രിബിളൊക്കെ അടിച്ച ആ ഒരു സീസണിൽ അവരുടെ ഒരു പാർട്ട് ഓഫ് ദെയർ ടീമായിരുന്നു. അപ്പോൾ ട്രിബിളൊക്കെ അടിച്ച ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ അത്രയും മെഡൽസൊക്കെ പുൾപ്പരുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഈ ബൊളോണയിലേക്ക് പോയി, കാരണം ഫസ്റ്റ് ടീം ഓപ്പർച്യൂണിറ്റി വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ബൊളോണയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ സീസണിൽ 34 മത്സരങ്ങളിൽ 11 ഗോളും 4 അസിസ്റ്റും നേടി. അപ്പോൾ അങ്ങനെയാണ് പല ക്ലബ്ബുകളുടെയും നോട്ടപ്പുള്ളി ആയത്. AC മിലാനെ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഈ ഒരു ഡീൽ നടത്താൻ മുന്നോട്ട് വന്നു. അപ്പോൾ 34 മില്യൺ റിലീസ് ക്ലോസ് ആണ്, വളരെ ചെറിയൊരു തുകയാണ് എന്നുള്ളതാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ പ്ലെയറിൽ നിന്ന് കിട്ടാൻ പോകുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രൊഫൈലാണ്. അപ്പോൾ ശരിക്കും ഇവൻ ആരായിട്ട് കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ടോ ഫിർമീനോ എന്ന് പറയാം. ഫിർമീനോയുടെ കാര്യം നമുക്കറിയാം, നമ്മൾ തന്നെ യുണൈറ്റഡ് ഫാൻസ് തന്നെ കളിയായിക്കൊണ്ടിരുന്ന കാര്യമാണ്. ഡിഫെൻസീവ് സ്ട്രൈക്കർ. ഈ ഫിർമീനോയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിർമീനോ സലക്കും അതുപോലെ തന്നെ മാനയ്ക്കൊക്കെ സ്പേസ് ഉണ്ടായി കൊടുക്കുന്നത് ഫിർമീനോ ഡീപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എന്ന് പറയുന്ന വളരെ സിമിലർ ആയിട്ടുള്ള കളിയാണ് സിർക്സി കളിക്കുന്നവൻ. അവൻ്റെ ഹൈലൈറ്റ്സും അവൻ്റെ വീഡിയോസും ക്ലിപ്സും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ലൈൻ്റെ അവിടെ വന്ന് പുള്ളി ബോൾ ഹോൾഡപ്പ് ചെയ്ത് ഒന്ന് വെട്ടിച്ച് ബോൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ശരിക്കും അവൻ്റെ വീഡിയോസും ക്ലിപ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ഒരു നമ്പർ 10 കളിക്കുന്ന പോലത്തെ കളിയാണ്. അപ്പോൾ നമ്പർ 10 പ്ലേയേഴ്സ് നമുക്ക് ജനറലി നമുക്ക് അവരുടെ ഒരു ഫിസിക്ക് നോക്കിക്കഴിയുമ്പോൾ അറിയാം, 6 അടിക്ക് താഴെയാണ് മിക്കപ്പോഴും അവരുടെ പൊക്കം ഉണ്ടാവും. ഒരു 5-10 ആ ഒരു റേഞ്ചിലായിരിക്കും അവർ നിൽക്കുക. കാരണം വെട്ടിച്ച് പോകാനും അതുപോലെ തന്നെ ആ ഒരു റോള് കളിക്കണമെങ്കിൽ ശരിക്കും ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സിർക്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ യുണീക്കായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 6 അടി 4 ഇഞ്ച് പൊക്കമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒട്ടും അവനെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹാലൻഡിൻ്റെ അതേ സെയിം ഹൈറ്റാണ് സിർക്സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം ഇവൻ്റെ കളിയും ഹാലൻഡിൻ്റെ കളിയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടിയും ഒരു ബോളർ കാറ്റഗറിയിലുള്ള പ്ലെയറാണ് സിർക്സി. അപ്പോൾ അതുകൊണ്ടാണ് സിർക്സിനെ ഒരു യുണീക്ക് പ്രൊഫൈലായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ സിർക്സിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? അപ്പോൾ ഒന്നല്ലെങ്കിൽ ഹോയ്ലൻഡിന് ഒരു റൊട്ടേഷൻ ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഹോയ്ലൻഡിൻ്റെ ഒപ്പം തന്നെ കളിപ്പിക്കാം. ഇപ്പോൾ 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിൽ നമുക്ക് കളിപ്പിക്കാം. സർ അലക്സ് പണ്ട് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫോർമേഷനായിരുന്നു 4-4-2. അതുപോലെ തന്നെ നമ്മൾ ട്രബിൾ അടിച്ച സമയത്ത് നമുക്ക് 4 ടോപ്പ് ക്ലാസ് സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ക്ലബിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു ലാക്ക് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ തോറ്റ് നിൽക്കുകയാണ്, ഒരു ഗോളിനൊക്കെ തോറ്റ് നിൽക്കുകയാണ്, കളിയുടെ 80ാമത്തെ മിനിറ്റിലൊക്കെ നമ്മൾ തോറ്റ് നിൽക്കുകയാണെങ്കിൽ സിർക്സിനെ അതുപോലെ തന്നെ ഹോയ്ലൻഡിനെ നമുക്ക് ഫോർവേഡിലിടാം. അതിനുശേഷം വേണമെങ്കിൽ ബ്രൂണോനെ നമുക്ക് വിങ്ങിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡാലോട്ടോ, ഇങ്ങനെ ആരെങ്കിലും ക്രോസുകൾ ഇട്ടുകൊണ്ടിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ജർമ്മനി സ്പെയിൻ മത്സരം കണ്ടതാണ്. അപ്പോൾ ജർമ്മനി തോറ്റ് നിൽക്കുന്ന സമയത്ത് അവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഹാവർട്സിനെയും അതുപോലെ തന്നെ ഫുൾക്രഗിനെയും അടുക്കിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ വിങ്ങിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ക്രോസ് ഇടാൻ തുടങ്ങി. ആൻഡ് അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഗോൾ തിരിച്ചടിക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ നമുക്ക് ആ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് സിർക്സിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന പോലെ ഹോയ്ലൻഡിന് ഇഞ്ചുറി വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് സിർക്സിനെ കളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇവർ തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷനാണ് സിർക്സി വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ വേണമെങ്കിൽ ബ്രൂണോയുടെ പൊസിഷനിൽ വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രൂണോയുടെ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് വേറൊരാളുടെ ഫോട്ടോ കണ്ടത്. അപ്പോൾ ഇന്ന് ഒരാൾ ട്രെയിനിങ്ങിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, മെയ്സൺ മൗണ്ട്. ഇങ്ങനൊരു മുതൽ നമ്മൾ സൈൻ ചെയ്ത കാര്യമേ മറന്നുപോയി എന്നുള്ളതാണ്. നമ്മൾ 50 മില്യണിൻ്റെയൊക്കെ മുകളിൽ കൊടുത്ത് നമ്മൾ സൈൻ ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും മെയ്സൺ മൗണ്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അവൈലബിൾ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം സംഭവിച്ച മറ്റൊരു കാര്യമാണ്, നമ്മൾ ഡോണി വാൻ ഡെ ബീക്കിനെ ഒഴിവാക്കി വെറും 500K 40 മില്യൺ റേഞ്ചിൽ നമ്മൾ സൈൻ ചെയ്തൊരു പ്ലെയറാണ്. വെറും 500K, ഏതാണ്ട് 5 കോടി രൂപയ്ക്കാണ് 400 കോടിക്ക് മേടിച്ച പ്ലെയർ, അറൗണ്ട് 400 കോടിക്ക് മേടിച്ച പ്ലെയറാണ് നമ്മൾ മറച്ച് വിൽക്കുന്നതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി. അതിനകത്ത് കുറച്ച് ആഡ് ഓൺസും ഡീൽസൊക്കെ ഉണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ യുണൈറ്റഡ് ഏത് വൺ ഓഫ് ദി വേസ്റ്റ് ബിസിനസ്സാണ് ഡോണി വാൻ ഡെ ബീക്ക്. നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം.
അതുപോലെ ആൻ്റണീനെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുപോലെ ഹാരി മഗ്വയറിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, കാരണം അടുത്ത സീസൺ ആകുമ്പോൾ മൂപ്പരുടെ കോൺട്രാക്റ്റ് അവസാനിക്കും. അതുപോലെ മേസൺ ഗ്രീൻവുഡും സാൻജോയൊക്കെ ക്ലബിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, പ്രീ സീസൺ ക്യാമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ സാൻജോയ്ക്ക് വേണ്ടിയിട്ട് യുവൻറ്റസിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.